ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അനദർ കുക്കിംഗ് വീഡിയോ. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അവൽ മിൽക്കിൻ്റെ റെസിപ്പിയാണ്. ചെറിയ പഴം ചേർക്കാത്ത ഒരു അവൽ മിൽക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഈ പഴം ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു അവൽ മിൽക്കാണിത്. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് അവൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനെടുത്തിട്ടുള്ളത് റെഡ് അവലാണ്. ഏത് അവൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ അവലൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഇട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കുക. എണ്ണ ഒന്നും ഇടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇതിൻ്റെ കളറൊന്ന് മാറുന്ന വരെ വറുത്തെടുത്താൽ മതി. അവൽ വറുത്തെടുത്തതിന് ശേഷം ആവശ്യമായിട്ടുള്ളത് നിലക്കടലയാണ്. നിലക്കടല കഴുകി ഊറ്റി വെക്കണം. അതിനുശേഷം നന്നായി ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കുക. ഈ കടല ചൂടായ എണ്ണയിൽ ഇട്ടാൽ പെട്ടെന്ന് വറുത്ത് കിട്ടും, അതുകൊണ്ട് അത് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. അതുപോലെ ഈ വറുത്തെടുത്ത കടല ഒരു പേപ്പറിലേക്കോ ടിഷ്യൂ പേപ്പറിലേക്കോ മാറ്റി വെക്കുകയാണെങ്കിൽ അതിലുള്ള എണ്ണ പോയി കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ്, കുറച്ച് ആപ്പിൾ കട്ട് ചെയ്തെടുത്തത്, ആവശ്യത്തിന് പാല്, 2 റോബസ്റ്റ് പഴം, പിന്നെ ടേസ്റ്റിന് വേണ്ടി കുറച്ച് ബൂസ്റ്റ് പൊടി, ഐസ്ക്രീമും. ഇനി ഒരു മിക്സിയിലേക്ക് കട്ട് ചെയ്ത് വെച്ച പഴവും പഞ്ചസാരയും പാലിൽ ജ്യൂസ് അടിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് ബൂസ്റ്റ് പൗഡറും ഐസ്ക്രീമും ചേർക്കുന്നുണ്ട്. അപ്പോൾ അവൽ മിൽക്കിനുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഒരു ഗ്ലാസ്സിൽ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്കായി വറുത്തെടുത്ത അവല്, ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഏറ്റവും മുകളിൽ കുറച്ച് ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ബൂസ്റ്റ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഏറ്റവും മുകളിൽ ഡെക്കറേഷന് വേണ്ടി കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും നട്ട്സും അവലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയ ഒരു അവൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.